ഈ ജോസഫ് ഒന്ന് മനസ്സ് വെച്ചാൽ പലതും നടക്കും ഇക്കാക്ക. ടീച്ചറുടെ കുട്ടിവിളി ഇന്ന് ഞാൻ നിർത്തിയല്ലോ. അങ്ങനെ പലതും നിർത്തി ടീച്ചറെ ഞാൻ എന്റെ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ എനിക്ക് വിശ്വാസം വരുന്നില്ല ജോസഫ്. ഇക്കാക്ക വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ടീച്ചറിന് എന്നെ ഇപ്പോഴേ ഇഷ്ടമായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? സത്യത്തിൽ എന്നോട് കുറച്ചു നേരം കൂടി ഇരുന്ന് ഒന്ന് ലാവിഷായി சொல்லണമെന്ന് ടീച്ചർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കറിയാറ്റം സമ്മതിക്കണ്ടേ? സദൻ, ഇവനെന്താ ഇങ്ങനെ ഈ തൈക്കളവിമാരോട് ഇത്ര കമ്പം? തൈക്കളവിയോ? ഇക്കാക്കൊന്ന് കണ്ടു നോക്ക്. ഷീ ഈസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ്. ഇക്കാക്ക വരൂ, ചൂടുവെള്ളം തയ്യാറായി, കുഴമ്പ് വെക്കണ്ടേ? ജോസഫ്, നിന്നെ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത്. എടുത്തുചാട്ടൊന്നും വേണ്ട. തുടങ്ങിയല്ലോ പുരാണം. ആരാടാ കറിയാ ഇവിടെ എടുത്തുചാടിയത്? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് നിന്നറിയാം. നീ ഒരു ധൃതിക്കാരനാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ പിന്നെ നിനക്ക് കണ്ണു കാണില്ല. ഒരു പരിചയമില്ലാത്ത നാട്ടിലെ കാണാൻ തെറ്റില്ലാത്തൊരു സ്ത്രീ കാണിക്കുന്ന താല്പര്യം അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. കാരണം എനിക്ക് ആ സ്ത്രീയെ ഇനിയും മനസ്സിലായിട്ടില്ല. എന്നാൽ എനിക്ക് മനസ്സിലായി. സാഹചര്യം കൊണ്ട് അവിവാഹിതയായ ഒരു സുന്ദരി, ഉള്ളിൽ ചെറുപ്പത്തിലെ ആവശ്യത്തിലേറെ ആഗ്രഹങ്ങൾ, ടീച്ചറായി പോയത് കൊണ്ട് തുറന്നു പറയാനുള്ള ദുരഭിമാനം, അത് മനസ്സിലാക്കി അടുത്തു കൂടുന്നവർക്ക് സ്വാഗതം. എന്നെ പോലുള്ള സ്മാർട്ട് പയ്യൻസിനെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. നീ പോയി വല്ല മന്ത്രവും പൂജയൊക്കെ നടത്തിയാട്ടെ. ചെല്ല് ചേടാ നാശമേ. ഈ പട്ടിക്കാട്ടിലൊന്ന് സൊള്ളാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതിന് മറ്റുള്ളവന്മാർക്ക് കണ്ണുകടി. അസൂയേ, നിന്റെ പേരോ സക്കറിയ? ഈ കുഴമ്പ് തേച്ചു തുടങ്ങി പിന്നെ വല്ല കുറവും തോന്നുന്നുണ്ടോ ഇക്കാക്ക? നടുവേദനയ്ക്ക് കുറവുണ്ട്, അതുകൊണ്ടാണ് തുടരാമെന്ന് വിചാരിച്ചത്. ഈ വൈദ്യര് പേരുകേട്ട ആളാ. എന്റെ കുട്ടിക്കാലം പോലെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വാസു വരുന്നുണ്ടല്ലോ. എന്താ വാസു, എന്നൊരു അല്പം മിനിങ്ങി പോലുണ്ടല്ലോ? സ്വൽപ്പം. അത് പിന്നെ അതില്ലേല് പിന്നെ എന്തോന്നാ. ഇന്ന് പിന്നെ വേറെ സന്തോഷ വർത്തമാനം ഉണ്ട്. എന്താ അത് പറയാനെ കൊണ്ടാ ഞാൻ വന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ വാസൂട്ടമി നടത്തിയാലും കൊച്ചുങ്ങളുണ്ടാവുമെന്ന്. ഇപ്പൊ ശരിയായേ, ഗോവതിക്ക് വയറ്റിലുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഊണ് ഇന്നെന്റെ വീട്ടിലാണ്. ഊണിന് വിളിച്ചാ പോരാ, ഞങ്ങളൊക്കെ നല്ലപോലെ ചാപ്പാടിക്കുന്ന കൂട്ടത്തിലാ. എന്തൊക്കെയുണ്ട് വിഭവങ്ങള്? അത് പിന്നെ ഗോവതിക്ക് അറിഞ്ഞൂടായോ? 3 കോഴിയാ പൊരിച്ചിരിക്കുന്നത്. ഔസേപ്പ് സാറിന് കോഴിയെ ഇഷ്ടമാണെന്ന് നമുക്കറിയാം. ഔസേപ്പ് കുഞ്ഞിനോട് എന്ത് സ്നേഹമാണെന്നോ. സ്വന്തം മോനാന്നാ വിചാരം. അങ്ങനെ ആന്നേ, ചെറുപ്പക്കാര് പിള്ളാരെന്ന് പറഞ്ഞ അവക്ക് ജീവനാ. മടി കയറ്റി ഇരുത്തത്തില്ലാന്നേ ഉള്ളൂ. ആ മക്കളില്ലാഞ്ഞിട്ടാ. എന്നാ വാസു പോയി ജോസഫിനോട് വരാൻ പറ, ഞങ്ങൾ എന്തായാലും എത്തും. ടീച്ചറില്ലടാ അവിടെ? എന്താ ഇത്? ഞാൻ പോരുമ്പോ ഒരു കറുത്ത പട്ടി. ഹൊറിബിൾ. ഞാൻ കൊന്നു. ടീച്ചറിന്റെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ ഒന്ന് കുളിക്കാൻ പോവാ. ഈ പടുതി കയറി ചെന്നാ ഇക്കാക്ക കൊല്ലും.
എന്താ ജോസഫ് ഇത്? എന്താ ടീച്ചർ? രാത്രിയിൽ കുളിമുറിയിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ആൾക്കാരോട് പോകാൻ പറയണം. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യും. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാറ്. എന്താ ടീച്ചർ നെറ്റിയിലൊരു മുറിവ്? ചോര പൊടിഞ്ഞു നിൽക്കുന്നു. ഓ, കഥകൾ നേരത്തെ മുട്ടിയതാണ്. മുറിയുമെന്ന് കരുതിയില്ല. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ തല്ലിക്കൊന്നത് പട്ടിയെ, മുറിവ് ടീച്ചറിന് പോകും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത്? തല്ലിയത് ഞാനാണ്. പട്ടി പിടഞ്ഞു മരിച്ചത് എന്റെ മുമ്പിൽ വെച്ച. വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇക്കാക്ക, അവൻ പറഞ്ഞത് നേരാണെങ്കിൽ സൂക്ഷിക്കണം. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം. എന്റെ മന്ത്രങ്ങൾ പിഴയ്ക്കുന്നു എന്ന് സംശയം. അതിന് ഞാനും സദനും കൂടി അവനെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇക്കാക്ക ഇവിടെ ഇരുന്നാ മതി. വരൂ സദൻ. ഇവിടെ വെച്ചാണ് അവന്റെ ചാടി വന്നത്. തോക്കുകൊണ്ട് ഞാനാണ് അവനെ അടിച്ചുകൊണ്ട്. എന്നിട്ട് പട്ടി എവിടെ? പട്ടി ഇവിടെയാണ് കിടന്നിരുന്നത്. പക്ഷേ താൻ മാടോ സദൻ, നമുക്ക് പോവാം. നീ കണ്ടവരം കുടിച്ചിരുന്നല്ലേ? പക്ഷെ ഇത് ഞാൻ കുടിച്ചിട്ട് പറയുന്നതല്ല. പിന്നെ പട്ടി എവിടെ ജോസഫ്? പറന്നുപോയോ? താൻ മാടോ സദൻ. ജോസഫ് വരുന്നില്ലേ? ഞാൻ വന്നോളാം. ടീച്ചർ ഉറങ്ങിയില്ല. ജോസഫ് ഈ സമയത്ത്? പട്ടിയെ കാണുന്നില്ല ടീച്ചർ. അതിന് ഇങ്ങോട്ട് പോന്നത്? അവിടെ നിന്നാരോ ഇങ്ങോട്ട് നടന്നെടുത്ത കാൽപ്പാടുകൾക്ക്. ജോസഫ് എന്ന് തുടങ്ങി സിയേരി പണി. പട്ടി ആരിങ്ങോട്ട് കൊണ്ടുവരാനാണ്? എന്തിനു കൊണ്ടുവരാനാണ്? അവരെല്ലാം എന്നെ കളിയാക്കി. ഞാൻ വീമ്പ് പറഞ്ഞെന്നാണ് അവർ പറഞ്ഞത്. ഞാനത് കണ്ടുപിടിക്കും. എന്റെ കൈ കൊണ്ടാണ് പട്ടി പിടഞ്ഞു മരിച്ചത്. ഞാനത് കണ്ടവൻ. അതിനിടയിൽ ജോസഫ് തല്ലിയത് നേരായിരിക്കും. പട്ടി ചത്തെന്ന് ജോസഫിന് തോന്നിയതാവും. പട്ടിക്ക് പിന്നെ എഴുന്നേറ്റ് പോവാൻ പാടില്ലെന്നുണ്ടോ? ജോസഫിന്റെ ഓരോ കിറുക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നോ, ഞാനത് കണ്ടുപിടിക്കും. കലിക ടീച്ചർ നിന്നോട് പറഞ്ഞോ ഫോട്ടോ എടുക്കണമെന്ന്? നോ, ഞാൻ നിർബന്ധിച്ചു. അവർ സമ്മതിച്ചു. എന്താ പിടിയാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇക്കാക്ക. കലിക ടീച്ചർ കറിയ മന്ത്രപ്പുരം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങട്ടെ. അല്ലെ അവൻ ഒരു ഉടക്കും. ആട്ടെ, ടീച്ചർ അടുക്കുന്നുണ്ടോ? അടുത്ത് കഴിഞ്ഞു ഇക്കാക്ക. ഇനി കൂട്ടിമുട്ടുകയേ വേണ്ടു. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഏത് പെണ്ണിനെയും മലത്തുന്നത്. ഇനി ഞാൻ പോയി വന്നിട്ട് പറയാം. കേട്ടോ ടീച്ചർ, എനിക്കാകെ 2 ഹോബിയേ ഉള്ളൂ. ഒന്ന് സൗന്ദര്യമുള്ള സംഗതികളെ ക്യാമറയിൽ പകർത്തും, പിന്നെ ഹണ്ടിങ്, പിന്നെ ഈ സ്മോക്കിംഗ്. എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ ശരീരം ഇങ്ങനെ കേടാക്കി കളയുന്നത്? ഞാൻ എന്തിനാണ് ടീച്ചർ വലിക്കാതിരിക്കുന്നത്? ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരും അരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ആരുമില്ല. ഓർമ്മ വെച്ച നാളിൽ അനാഥാലയം. പിന്നെ സദന്റെ കൂടെ പഠിക്കുമ്പോഴും ഞാൻ ആർക്കും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കുടിച്ചു. എന്നോട് ആരും പറഞ്ഞില്ല കുടിക്കരുത്. ജോസഫ് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. നാം നമ്മുടെ മനസ്സെ നിയന്ത്രിക്കണം. ഞാൻ എന്റെ മനസ്സെ നിയന്ത്രിക്കുന്ന കൂട്ടത്തിലാണ്. അതാണോ ടീച്ചർ 48 മണിക്കൂറും പൂജ ചെയ്യുന്നത്? തീർച്ചയായും. ജോസഫ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പൂജ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രത ഉണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അത് ആവശ്യവുമാണ്. ടീച്ചർ തെറ്റിദ്ധരിക്കരുത്. ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ടീച്ചറിന് ബന്ധുക്കളാരുമില്ലേ?
ജോസഫിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. അത് ചോദിക്കുന്നത് തന്നെ മനസ്സിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്. എന്തിനാണ് ടീച്ചറെ നമ്മുടെ പാവം പിടിച്ച മനസ്സിനെയൊക്കെ പിടിച്ച് നിയന്ത്രിക്കാൻ പോകുന്നത്? ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. എന്റെ മനസ്സ് എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. എന്റെ മനസ്സിന് ഞാനല്ലാതെ പിന്നെ ആരാണ് വാങ്ങിച്ചു കൊടുക്കുക? അത് ശരിയല്ല ജോസഫ്. മനസ്സ് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൂടി ശരിയാണെന്ന് തോന്നണ്ടേ? ആരാണ് ടീച്ചർ ഈ മറ്റുള്ളവർ? ഞാൻ എന്റെ മനസ്സിന്റെ കാര്യം മാത്രം നോക്കൂ. ഞാൻ ഇവിടെ വരും. ഇവിടെ വരുന്ന എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുന്ന ടീച്ചർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഏത് പിന്നെ ആരെന്ത് വേണമെങ്കിൽ പറയട്ടെ. ആ, ജോസഫ് കാപ്പി കുടിച്ചില്ലല്ലോ. ഓ, വല്ലാതെ തണുത്തു. തണുത്തത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈ ചലച്ചിത്രം സമർപ്പിക്കുന്നത് ജി-പാസ്, ഫോക്കസിംഗ് ദ ഫ്യൂച്ചർ. ഫെയർ ആൻഡ് ലവ്ലി ക്രീം. നീ കാര്യം പറ, ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. എനിക്കൊരു തോന്നൽ, എന്റെ മന്ത്രങ്ങൾ പിഴച്ചിരിക്കുകയാണോ എന്ന്. അല്ലെങ്കിൽ അന്ന് ഞാൻ കേട്ട ദേവിയുടെ ശബ്ദം പിന്നെ ഒരിക്കൽ പോലും കേട്ടില്ലല്ലോ. നീ തന്നെയല്ലേ പറഞ്ഞത് വീണ്ടും ആവക ശബ്ദമൊന്നും കേൾക്കാനാവില്ലെന്ന്? അത് ശരിയാണ്. പക്ഷേ ഇപ്പോ ഞാൻ മന്ത്രപൂർവ്വം നന്നെ ശീലിച്ചു തുടങ്ങിയതിൽ പിന്നെ ദേവി കനിയേണ്ടതാണ്. വിശേഷിച്ചും കലിക ടീച്ചർ തർജ്ജമ ചെയ്ത മന്ത്രങ്ങൾ വളരെ ഫലവത്താണ്. എവിടെയാണ് സംഗതികളാകെ കുഴഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേവിയെ നിരായുധയാക്കിയ സ്ത്രീ ആരാണെന്നാണ് എന്റെ അന്വേഷണം. എനിക്കൊരു തോന്നൽ കാക്ക. എന്താ? ഇനി കലിക ടീച്ചറാണോ എന്റെ പിന്നിൽ? അവരൊറ്റത്തടി. അവർക്ക് എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ കാട്ടി എന്ത് നേടാനാണ്? ആ, വരട്ടെ. എന്താ ജോസഫേ, രാവിലെ തുടങ്ങിയ ഹണ്ടിങ്? ഈ പട്ടിക്കാട്ടിൽ വേറെ എന്തെങ്കിലും വിനോദം വേണ്ടേ? പോടെ പോടെ പോടെ. നിങ്ങളൊക്കെ ഇനി എത്ര ദിവസം ഇവിടെ കാണും? ഒന്നും പറയണ്ട എന്റെ പൊന്നു ടീച്ചറെ. ആ കറിയാന്ന് പറയുന്നവൻ അന്ധവിശ്വാസത്തിന്റെ ഒരു കൂടാണ്. ആ വീട്ടിൽ പ്രേതങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് അതിനെയൊക്കെ വിരട്ടി ഓടിക്കാനുള്ള മന്ത്രങ്ങൾ നടത്തുകയാണ്. ടീച്ചർ ഇത് കണ്ടോ? ഇതില്ലാതെ പുറത്തിറങ്ങിയാൽ ആരോ എന്നെ പിടിച്ചു തിന്നുവെന്നാണ് അവൻ പറയുന്നത്. ആദ്യം ഒരെണ്ണമുണ്ടായിരുന്ന എവിടെയോ പോയി. പിന്നെ ഇക്കാക്കയുടെ കയ്യിൽ നിന്ന് അഴിച്ചു വാങ്ങി കിട്ടിയത്. ജോസഫ്, കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ആ സമയത്ത് അമ്പലത്തിനും മറ്റും പോകരുത്. എന്ത് സൂക്ഷിക്കാനാണ് ടീച്ചർ? ടീച്ചറിന് അറിയാമോ, ബംഗാളിലും ആസാമിലും ഒക്കെ ആരും ചെന്നെത്താത്ത കാടുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തവനാണ് ഞാൻ. ആ, ടീച്ചറിന്റെ വെള്ളം വന്നല്ലേ? ആ. അവസരപ്പുഞ്ഞപ്പ ഞങ്ങളെ കണ്ടാൽ അറിയത്തില്ലല്ലയോ? അല്ലേലും ഞങ്ങള് പാവത്തുങ്ങളുടെ ഗതി ഇതാ. ആവശ്യക്കാർക്ക് ആദ്യമേ ഉള്ള എന്തും. ഞാൻ പറയുന്നത് കേൾക്കൂ ഗോമതിയമ്മേ. കുഞ്ഞെന്താ വിളിച്ചത്? ഗോമതിയമ്മെന്നോ? കഴിഞ്ഞതെല്ലാം വലിയ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, ഇനി ഒരിക്കലും അത് ആവർത്തിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷേ എങ്കിൽ കുഞ്ഞിനെ ഗോമതിയമ്മെന്ന് വിളിച്ചത്? അതെല്ലാം പിന്നെ മനസ്സിലാവും. കുഞ്ഞെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ ഗോമതിയുടെ അടുത്ത് സാധനം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഷാപ്പിൽ നിന്നാകാമെന്ന് കരുതി. വാസു വരുന്നില്ലേ? ഞാൻ ഇച്ചിരി പിടിപ്പിച്ചേച്ച് പോകാൻ നിൽക്ക. സാറേ, സാറേ, ഷാപ്പ് അടയ്ക്കാറായി. മണി എത്രയായെന്ന് നോക്കടേ.
മണി 9. സാറേ തനിച്ച് പോവോ? എന്താടാ പോയാല്? ഒന്നുമില്ല. സാറിന് അമ്മങ്കാവഴിക്കല്ലേ പോകണ്ടേ? ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുവഴി ആരും പോയിക്കൂടെന്നാ പറച്ചില്ലേ. സാറിന് അമ്മങ്കാവഴിക്കല്ലേ പോകണ്ടേ? ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുവഴി ആരും പോയിക്കൂടെന്നാ പറച്ചില്ലേ. എന്താടാ? നീ പൊയ്ക്കോ. ജോസഫ് എന്തിനാണ് പിറകെ കൂടിയിരിക്കുന്നത്? ലക്ഷ്യം എന്താണേലും പുരുഷനെ അറിയില്ല. നിന്റെ ശക്തികളാണ് മുഖ്യം. സൂക്ഷിക്കുക. ഓ, ജോസഫോ? 2 ദിവസമായി കാണുന്നില്ല. ഞാനെന്ന് കളിയാക്കിയതിൽ പരിഭവിച്ചാണോ? ടീച്ചർ, ഞാൻ അമ്മങ്കാവ് വഴി വരുമ്പോ കാവിൽ നിന്ന് ആരോ എന്നെ കണ്ട് ഓടി. ഞാനും പുറകെ ഓടി. ഇവിടെ എത്തിയപ്പോ കാണാനില്ല. ടീച്ചർ, അന്ന് പട്ടിയായിരുന്നു, ഇപ്പൊ രൂപമായി. അല്ല, ജോസഫ് മാത്രമേ ഇതെല്ലാം കാണുന്നുള്ളൂ? ഞാൻ കളവ് പറയില്ല ടീച്ചർ, ഞാൻ കണ്ടതാണ്. ജോസഫ് ബോധമറ്റു കുടിച്ചിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. നോ, എന്റെ 16-ാം വയസ്സ് മുതൽ ഞാൻ കുടിക്കുകയാണ്. ഇന്ന് വരെ എന്റെ ബോധം നശിച്ചിട്ടില്ല. ടീച്ചർ, കാലെങ്ങനെ മുറിഞ്ഞു? ആ അടുക്കളയിലെ കതവ് ഒരു ശാപം തന്നെ. ഇത് എത്ര തവണയായെന്നറിയാമോ? ടീച്ചറിന് എപ്പോഴും മുട്ടാനും തട്ടാനും നേരമുണ്ട്. അന്ന് നെറ്റി, ഇന്ന് കാല്. ശരീരമായാൽ അങ്ങനെയൊക്കെ ഇരിക്കില്ലേ ജോസഫ്? അതൊക്കെ പോട്ടെ, ഒരു കാര്യം ഞാൻ ടീച്ചറിനോട് തുറന്ന് ചോദിക്കുകയാണ്. ചോദിക്കൂ. അന്ന് പട്ടിയെ കാണാതായ ദിവസം ആരുടെയോ കാൽപ്പാടുകൾ എന്നെ ഇവിടെ എത്തിച്ചു. ഇന്നും ആരോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. രണ്ടിനും ഈ വീടുമായി എന്തോ ബന്ധമുണ്ട്. കാര്യം എന്നോട് പറയൂ ടീച്ചർ, എന്നോട് മാത്രം. ഞാൻ വീണ്ടും പറയുന്നു, ജോസഫിന്റെ ബുദ്ധി. നോ, ടീച്ചർ എന്നെ വിഡ്ഢിയായി കണക്കാക്കരുത്. എന്നെങ്കിലും ജോസഫ് ഇത് കണ്ടുപിടിക്കും. അന്ന് ടീച്ചറിന് എന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനാവില്ലെന്ന് മാത്രം. ഓക്കെ, ഞാൻ പോകുന്നു. ജോസഫ് മേലിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ നൽകിയ സ്വാതന്ത്ര്യം ജോസഫ് ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. മറ്റൊന്നും ധരിക്കരുത്. ഇല്ല ടീച്ചർ, ജനനം കൊണ്ടേ ഞാൻ ഇങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ സ്നേഹം എനിക്ക് കേട്ടറിവാണ്. വളർന്നപ്പോൾ ഞാൻ ഒരുപിടി ആൾക്കാരെ പരിചയപ്പെട്ടു. അവരെയെല്ലാം ഞാൻ സ്നേഹിച്ചു, ഹൃദയം തുറന്ന് സംസാരിച്ചു. പക്ഷേ ആർക്കും എന്നെ വിശ്വാസമില്ല, ടീച്ചർക്ക് പോലും. എന്നാരു പറഞ്ഞു? എങ്കിൽ ടീച്ചർ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നില്ല. ടീച്ചറിനെ പറ്റി പോലും ഒരിക്കലും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം യു ഡോണ്ട് ബിലീവ് മീ. ജോസഫിനോട് എനിക്കൊരു വിരോധവുമില്ല. മേലിൽ വരരുതെന്ന് പറഞ്ഞതും കാര്യമാക്കണ്ട. ടീച്ചറെ, ഇത് ജോസഫിന്റെ 18-ാമത്തെ അടവാണ്. സെന്റിമെന്റ്സ്. നിങ്ങൾ എന്റെ കയ്യിൽ ഒതുങ്ങിയേ പറ്റൂ.